ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂണിക് ടൈലറിങ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കട്ടിങ്ങും മറ്റു മെഷർമെൻറ്റ്സും വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് പീസാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ലൈനിങ്ങിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ നെക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. റൗണ്ട് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലുള്ള വേസ്റ്റ് പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യണം. ആം ഹോൾ ഇത് ഉൾഭാഗം തിരിച്ച് പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നെയാണ് ആം ഹോളും സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ഉൾഭാഗം നമ്മൾ പുറത്തേക്ക് തിരിച്ചെടുക്കുന്നത്. ഇനി ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് പോലെ തന്നെ ഫ്രണ്ട് പീസ് എന്ന് പറയുന്നത് പ്രിൻസസ് കട്ടാണ്. അപ്പോൾ പ്രിൻസസ് കട്ടിൻ്റെ സെൻട്രൽ പോർഷനാണ് ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ സൈഡ് രണ്ടും ജോയിൻ്റ് ചെയ്യുന്നത്. കണ്ടോ, നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിലുള്ള വേസ്റ്റ് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സെൻട്രൽ പീസിലെ ഈ പോർഷൻസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലുള്ള പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻസ് ജോയിൻ ചെയ്യുക. പ്രിൻസസ് കട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇനി സൈഡ് പോർഷൻസ് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഉൾഭാഗം പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ചെയ്ത് സൈഡ് ഉൾഭാഗത്തേക്ക് കട്ട് വരാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് കറക്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം സൈഡ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട പ്രിൻസസ് കട്ടിലെ പീസ് വെച്ചിട്ടുണ്ട്. ഇനി അത് ഉൾഭാഗം ഉള്ളിലേക്കായി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. പക്ഷെ നമ്മളൊരിക്കലും ലൈനിങ്ങിലൂടെ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് രണ്ട് പീസുകളും കൂടെ ജോയിൻറ്റ് ചെയ്യിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ട് ഭാഗത്തും നമ്മൾ ഈ പീസുകൾ കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വീണ്ടും പഴയതുപോലെ വെച്ചിട്ട് ആം ഹോളും മുന്നത്തെ പീസ് സ്റ്റിച്ച് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പീസ്, അതായത് പ്രിൻസസ് കട്ട് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആം ഹോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആം ഹോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, പ്രിൻസസ് കട്ടിൻ്റെ പോർഷൻ. ദെൻ ബാക്ക് പീസ് കൂടെ അതൊരു മുക്കായിട്ട് വെച്ചിട്ട് ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. കണ്ടോ, ഷോൾഡർ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമ്മൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ്റ് ചെയ്യിപ്പിക്കാനുണ്ട്. നമ്മളുടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഷേപ്പ് എത്രയാണോ അതിനനുസരിച്ച് രണ്ട് സൈഡും മാർക്ക് ചെയ്യുക. അതിനുശേഷം താഴ്ഭാഗം ഫോൾഡ് ചെയ്തെടുക്കുക. കണ്ടു, ഇത്ര സിമ്പിളാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മൾ ഇൻട്രോയിൽ കാണിച്ചതുപോലെ തന്നെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.